നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇന്ത്യക്ക് പുതിയ സുരക്ഷാ ഭീഷണി ഉയർത്തി ഭീകര സംഘടനകൾ കൈകോർക്കുന്നതായിട്ടുള്ള ഞെട്ടിക്കുന്ന മുന്നറിയിപ്പ് പുറത്തുവരികയാണ്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ പാകിസ്ഥാൻ ഭീകര സംഘടനകളുമായി ചേർന്ന് ഫലസ്തീൻ ഭീകര സംഘടനയായ ഹമാസ് കൈകോർക്കുന്നതായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിൻ്റെയും ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അഥവാ ISAയുടെ നേരിട്ടുള്ള പിന്തുണയോടെയാണ് ഈ നീക്കം നടക്കുന്നത്. സംഭവത്തിൽ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഇന്ത്യ നേരിടുന്ന പ്രധാന ഭീകര ഭീഷണികളാണെന്നിരിക്കെ ഹമാസിന്റെ സാങ്കേതിക വിദ്യകളും യുദ്ധതന്ത്രങ്ങളും ഈ ശൃംഖലയിലേക്ക് എത്തുന്നത് പുതിയ സുരക്ഷാ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ. ഉദയ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഉസാനസ് ഫൗണ്ടേഷൻ പുറത്തുവിട്ട പുതിയ റിപ്പോർട്ട് അനുസരിച്ച് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭീകര സംഘടനകൾ ഒന്നിക്കാൻ കാരണം. പശ്ചിമേഷ്യയിൽ നേരിടുന്ന തിരിച്ചടികൾക്ക് പരിഹാരമായി സുരക്ഷിത താവളങ്ങളും സാമ്പത്തിക സഹായവും ഹമാസിന് പാകിസ്ഥാനിൽ ലഭിക്കുമ്പോൾ ഗറില്ല യുദ്ധമുറകളിലും പാക് അധീന കശ്മീരിൽ തുരങ്കങ്ങൾ നിർമ്മിച്ച് ആക്രമണം നടത്തുന്നതിനുള്ള ഹമാസിന്റെ അത്യാധുനിക പരിശീലനം പാക് ഭീകരർക്കും ലഭിക്കും. ഒക്ടോബർ 7 ഇസ്രയേലിൽ നടത്തിയതിന് സമാനമായി കശ്മീരിൽ ആക്രമണം നടത്താൻ ഡ്രോണുകളും പാരാഗ്ലൈഡറുകളും ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കയും വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നു. ഹമാസിനെ ഉൾപ്പെടുത്തുന്നതിന് പാകിസ്ഥാൻ സൈന്യത്തിനും ISIക്കും വ്യക്തമായ പദ്ധതിയുണ്ടെന്നാണ് ഇന്ത്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉസാനസ് ഫൗണ്ടേഷൻ അടുത്തിടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടും ഹമാസും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാക് അധീന കശ്മീരിൽ തുരങ്ക ശൃംഖലകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിർമ്മിച്ചാൽ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നേരിടുന്ന തരത്തിലുള്ള തുരങ്ക യുദ്ധം ഇന്ത്യൻ സൈന്യത്തിനും നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈനിക സംഘർഷം ഉണ്ടായാൽ ഹമാസിന്റെ പ്രചാരണ സംവിധാനങ്ങളും ഇന്ത്യക്ക് വെല്ലുവിളിയാകുമെന്നാണ് സുരക്ഷാ വിലയിരുത്തൽ. അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ സർവകലാശാല ക്യാമ്പസുകളിൽ ശക്തമായ പ്രചാരണ ക്യാമ്പയിനുകൾ നടത്താൻ ഹമാസിന് കഴിഞ്ഞിട്ടുണ്ടെന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഈ മുന്നറിയിപ്പ്. നേരിട്ട് യുദ്ധത്തിനിറങ്ങാതെ പിന്നണിയിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ് പാകിസ്ഥാൻ സൈന്യം പദ്ധതി ഇടുന്നതെന്നും ഇന്റലിജൻസ് ബ്യൂറോ വ്യക്തമാക്കുന്നു. ഇതിലൂടെ നേരിട്ട് ഒരു യുദ്ധത്തിൽ പങ്കാളികളാകാതെ തന്നെ ഇന്ത്യൻ സൈന്യത്തിനെതിരെ ആക്രമണം നടത്താൻ പാക് ഭീകരർക്ക് സാധിക്കും. കൂടാതെ ഭീകരാക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് വാദിച്ച് ആഗോളതലത്തിൽ കുറ്റപ്പെടുത്തലുകളിൽ നിന്ന് രക്ഷപ്പെടാനും പാകിസ്ഥാന് സാധിക്കും. ഗാസയിലെയും കശ്മീരിലെയും സാഹചര്യങ്ങൾ സമാനമാണെന്ന് തെറ്റായ പ്രചാരണം അഴിച്ചുവിട്ട് അമേരിക്കൻ ക്യാമ്പസുകളിൽ നടത്തിയതുപോലെ ആഗോളതലത്തിൽ വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടാനും ഹമാസ് ശ്രമിക്കുന്നുണ്ടെന്നാണ് സുരക്ഷാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. പാകിസ്ഥാനിൽ ഹമാസിന് അനുകൂലമായ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിനും പ്രചാരണ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണം. ഇതിനിടെ ഹമാസ്, ലഷ്കർ, ജെയ്ഷെ മുഹമ്മദ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രമുഖർ പാകിസ്ഥാനിൽ നടന്ന വിവിധ യോഗങ്ങളിലും റാലികളിലും പങ്കെടുത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഗസയിലെയും കശ്മീരിലെയും വിഷയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രസംഗങ്ങളാണ് ഇത്തരം പരിപാടികളിൽ പ്രധാനമായും ഉണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ നേരിട്ടുള്ള പിന്തുണയോടെയാണ് ഈ ബന്ധങ്ങൾ വളരുന്നതെന്നതാണ് ഏറ്റവും വലിയ ആശങ്കയെന്നും സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഖത്തറിലെ പാകിസ്ഥാൻ അംബാസിഡറും മുൻ ലഫ്റ്റനന്റ് ജനറലുമായ മുഹമ്മദ് ആമിറും ഹമാസിന്റെ മുതിർന്ന നേതാവ് ബാസെ നഈമും ദോഹയിൽ നടത്തിയ കൂടിക്കാഴ്ചയും ഇതിനുദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കശ്മീരിലെയും ഗാസയിലെയും ആക്രമണങ്ങൾ തമ്മിൽ സാമ്യമുണ്ടെന്ന് ഇരുവരും കൂടിക്കാഴ്ചയിൽ അഭിപ്രായപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. ഇതോടെ ഹമാസ്, ലഷ്കർ, ജെയ്ഷെ ബന്ധം ഒരു ഭീകര സംഘടനകളുടെ കൂട്ടുകെട്ടായി മാത്രം കാണാനാകില്ലെന്നും പാകിസ്ഥാൻ സൈനിക ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ പിന്തുണയോടെ വളരുന്ന പുതിയ ഭീകര ശൃംഖലയായി കണക്കാക്കി ഇന്ത്യ ജാഗ്രത ശക്തമാക്കേണ്ടതുണ്ടെന്നുമാണ് സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്.